പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവമക്കളും എക്കാലത്തും പറയുകയും ധ്യാനിക്കുകയും സന്തോഷിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥന ദൈവം കേൾക്കുന്നു എന്നുള്ളത്. പ്രാർത്ഥിക്കുന്ന ദൈവപൈതലിൽ എക്കാലവും പ്രാർത്ഥന ദൈവം കേൾക്കുന്നു എന്നുള്ള ഉറപ്പാണ് അവനെ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഘടകം. 116 സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യമാണെന്ന് ധ്യാനിക്കുന്നത്. യഹോവ എൻ്റെ പ്രാർത്ഥനയും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നതിന് ഏറ്റവും വലിയ കാര്യം അറിയാമോ? എൻ്റെ പ്രാർത്ഥനകളും എൻ്റെ യാചനകളും ദൈവം കേൾക്കുന്നവനാണ്. അടുത്ത വാക്യം കൂടെ നിങ്ങൾ വായിച്ചാൽ ഇച്ചിരൂടെ നമുക്ക് മനസ്സിലാകും. അവൻ തൻ്റെ ചെവി എങ്കലേക്ക് ചായ്ച്ചത് കൊണ്ട് ഞാൻ ജീവകാലമൊക്കെയും അവനെ വിളിച്ചപേക്ഷിക്കും. കണ്ടോ, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ കാതുകൾ എൻ്റെ അടുക്കലേക്ക് വരുന്നത് കൊണ്ട്, എൻ്റെ നിലവിളി കേൾക്കുന്നത് കൊണ്ട് ജീവകാലം മുഴുവൻ എന്തെല്ലാം പ്രതിസന്ധി വന്നാലും ഞാനൊരു ദൈവത്തെ വിളിച്ചപേക്ഷിക്കും. ജീവിതത്തിൽ എപ്പോഴും പ്രാർത്ഥിച്ച് ജീവിക്കുന്ന ധാരാളം പേരുണ്ട്. ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ഏതു കാര്യത്തിനും വേണ്ടത് പ്രാർത്ഥനയാണ്. നിനക്ക് കടബാധ്യത വന്നാൽ കടബാധ്യത മാറാനുള്ള വഴി തുറക്കാൻ, നിന്റെ സന്തതികളുടെ ബുദ്ധി, അവർക്ക് വേണ്ട ബുദ്ധിയില്ലെങ്കിൽ പ്രാർത്ഥിക്കണം. ഔദാര്യമായി ജ്ഞാനം കൊടുക്കുന്ന ദൈവം തൻ്റെ കുഞ്ഞുങ്ങളെ ജ്ഞാനം കൊണ്ട് നിറയ്ക്കുവാൻ. നിന്റെ കുഞ്ഞിന് ജോലിയില്ലെങ്കിൽ പ്രാർത്ഥിക്കണം, അവനെ ഉന്നതമായ ഒരു ഇരിപ്പിടത്തിൽ ദൈവം ഇരുത്തുവാൻ. നിന്റെ ചില പേപ്പർ വർക്കുകൾ ബ്ലോക്കായി കിടക്കുവാണെങ്കിൽ അത് റിലീസാകാൻ പ്രാർത്ഥന വേണം. അങ്ങനെ ഒരു 100 കാര്യം പറഞ്ഞാലും എല്ലാത്തിനും ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ, പ്രാർത്ഥന. പൈശാചിക ഉപദ്രവങ്ങൾ വന്നാൽ ബൈബിൾ പറയാ, ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി നീങ്ങിപ്പോകത്തില്ല. അപ്പൊ എല്ലാറ്റിലും വേണ്ടത് പ്രാർത്ഥനയാണ്. ഒത്തിരി പേർ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും പലർക്കും പ്രാർത്ഥന ദൈവം കേൾക്കുന്നു എന്നുള്ള വിശ്വാസമില്ല. എന്നാൽ നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങൾ പ്രാർത്ഥിച്ച ഓരോ പ്രാർത്ഥനയും ദൈവം കേട്ടിട്ടുണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിന്റെ കാതുകൾ തുറന്നിരിക്കുകയാണ്. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങ് കേൾക്കുന്നു എന്നുള്ള ആ വിശ്വാസ ഉറപ്പും ഞങ്ങൾക്ക് വീണ്ടും പ്രാർത്ഥിക്കാൻ കൃപ തന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. മടുപ്പ് വരാതെ, മുടക്കം വരാതെ നമുക്ക് പ്രാർത്ഥിക്കാം. നിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും, പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും. ഗോഡ് ബ്ലെസ് യു.